ആണ്. ശരിയാണോ? ഇപ്പോൾ ഫെഫ്കയുടെ പ്രതിനിധി കൂടിയാണല്ലോ ശ്രീ ഷിബു സുശീലൻ. അങ്ങനെ യോജിച്ചെടുക്കാത്ത ഒരു തീരുമാനമാണോ ശ്രീ ജി സുരേഷ് കുമാർ? അദ്ദേഹവും പ്രമുഖനാണ്. ഒരുപക്ഷെ ഈ പവർ ഗ്രൂപ്പിന്റെ ആളെന്ന് പോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന താരങ്ങളുമായിട്ടും സംവിധായകരുമായിട്ടും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ശ്രീ സുരേഷ് കുമാർ. വർഷങ്ങളായി മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ പ്രമുഖനായ നിർമ്മാതാവുമാണ്. അടുത്തിടെയാണ് അദ്ദേഹം സിനിമ നിർമ്മാണ രംഗത്ത് സജീവമല്ലാത്തത്. പക്ഷെ നടൻ എന്ന നിലയിൽ അദ്ദേഹം സജീവമാണ് താനും ഇപ്പോൾ. ശ്രീ ഷിബു സുശീലൻ, അപ്പോൾ ഈ യോജിച്ചെടുക്കാത്ത ഒരു തീരുമാനമാണോ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. അതായത് അന്നത്തെ മീറ്റിങ്ങിൽ ഫെഫ്ക ഉണ്ടായിരുന്നു, ഫിയോക്ക് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ തീരുമാനം എന്ന് പറയുന്നത്, അന്നത്തെ ചർച്ച എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ സമീപകാലത്തുണ്ടായ അധിക ബഡ്ജറ്റിൽ ഓരോ സിനിമയ്ക്കുണ്ടാകുന്ന വർധനവിനെ പറ്റി ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ടാക്സ് ഇനത്തെ പറ്റി ചർച്ച ചെയ്യുകയും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനമെടുത്തത്, നമ്മൾ ഇത് ജൂൺ 1 ഒരു സമര പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിന് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് അത് ലാസ്റ്റ് ഘട്ടമാണ്. അതിനു മുമ്പ് നമ്മൾ എല്ലാവരും മറ്റുള്ള എല്ലാ സംഘടനയോടും സർക്കാരിനോടും അതുപോലെ തന്നെ വ്യക്തികളോടും സംസാരിച്ച് നമുക്ക് എങ്ങനെ ഇതൊരു പരിഹാരം കാണാം, ആ പരിഹാരം കണ്ടില്ലെങ്കിൽ മാത്രമാണ് ജൂൺ 1 മുതൽ സമരം എന്ന് പറഞ്ഞത്. അല്ലാതെ നേരിട്ട് ഒരു സമരം എന്നോട് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് ഫെഫ്ക ഉൾപ്പെടെ എല്ലാവരോടും ആലോചിച്ചിട്ട് തന്നെയാണ് അന്നങ്ങനെ സംസാരിച്ച. അവിടെ ഈ താരങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അമ്മയ്ക്കും അങ്ങനെയാണല്ലോ. അമ്മ എന്ന സംഘടനയ്ക്കും അങ്ങനെ തന്നെയാണ്. അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കടലാസിൽ മാത്രമേ ഉള്ളൂ. അമ്മ എന്ന സംഘടനയ്ക്കും ജി സുരേഷ് കുമാറിനോട് ഇപ്പോൾ ദേഷ്യമാണുള്ളത്. അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. ഈ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നില്ല, അത് മലയാള സിനിമയിൽ ഒരു വലിയ നഷ്ടത്തിന് കാരണമാകുന്നു എന്നുള്ളതാണല്ലോ ജി സുരേഷ് കുമാർ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതും നിങ്ങൾ യോജിച്ചെടുത്ത ഒരു തീരുമാനം, അത് പറയണം എന്ന് യോജിച്ചെടുത്ത ഒരു തീരുമാനമാണോ, അതോ സുരേഷ് കുമാർ സ്വന്തം നിലയ്ക്ക് പറയുകയാണോ ഉണ്ടായത്? അതാണല്ലോ ഈ പ്രകോപനപരമായി കാര്യമായി മാറിയതും ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പ്രതികരിക്കാൻ ഇടയായതും അതിന് മറുപടിയായി ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് പൃഥ്വിരാജ് അതിനെ പിന്തുണച്ചതും. അതായത് ഏത് കാലഘട്ടത്തിലും മലയാള സിനിമ ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ താരങ്ങൾക്ക് പേയ്മെന്റ് കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ ആ ആരോഗ്യപരമായിട്ടുള്ള സബ്ജക്റ്റ് കണ്ടെത്തുകയും അതിന് വേണ്ട താരങ്ങളെ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന താരങ്ങളെ വെച്ച് സിനിമ എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മോശം സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് തിയേറ്ററിൽ ഓടണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. നല്ല സിനിമകൾ നിർമ്മിക്കാൻ നല്ല നിർമ്മാതാക്കൾ വരികയും അതിനോടൊപ്പം താരങ്ങൾ സഹകരിക്കുകയും തന്നെ ചെയ്യുന്നത്. എപ്പോഴും താരങ്ങൾ അങ്ങനെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ചില ആർട്ടിസ്റ്റുകൾ, ചില പ്രൊഡ്യൂസേഴ്സിന് പൈസ കുറച്ചും അഭിനയിക്കാറുണ്ട്. അത് ചിലപ്പോൾ പൈസ റിലീസ് ചെയ്തതിനു ശേഷവുമാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ പല രീതിയിൽ താരങ്ങളും നിർമ്മാതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് തന്നെയാണ് സിനിമ എടുത്തു പോകുന്നത്. അത് നമുക്ക് ഇനി അങ്ങനെ ഒറ്റയടിക്ക് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാശി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറയ്ക്കാൻ അവരോട് പറയാം. അവർ കുറച്ചാൽ അത് മലയാള സിനിമയ്ക്ക് നന്നായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് ബേസ് ചെയ്തിട്ട് അത് വളരെ നല്ല ചുവടുവെപ്പായിരിക്കും. ചിലപ്പോൾ പാർട്ണർഷിപ്പിൽ ഒരു പ്രതിഫലം, ഒരു ആർട്ടിസ്റ്റിനുള്ള പ്രതിഫലം ഒരു 10 കോടിയാണെങ്കിൽ നമ്മൾ 2 കോടി കൊടുത്തിട്ട് ബാക്കി 8 കോടി പടം റിലീസ് ആയതിനു ശേഷം അല്ലെങ്കിൽ ബിസിനസ് ആയതിനു ശേഷം കൊടുക്കാമെന്നുള്ളൊരു എഗ്രിമെന്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അത് ചിലപ്പോൾ അവരും അക്സെപ്റ്റ് ചെയ്തേക്കാം. കാരണം ബിസിനസ് അങ്ങനെ മലയാള ഇൻഡസ്ട്രിയിൽ സിനിമ നല്ലതായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഫെഫ്കയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും ജോലി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യത്തോട് താങ്കൾക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയുന്നില്ല. ഫെഫ്കയ്ക്ക് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അല്ലേ? അപ്പോൾ ജി സുരേഷ് കുമാറിന് ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ മറുപടി കൊടുത്തതിനെയും താങ്കൾക്ക് ന്യായീകരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ
അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. ചർച്ചകൾ ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ജി സുരേഷ് ഏട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചർച്ചകൾ മുന്നോട്ട് പോകുകയും അതിനൊരു തീരുമാനം ഉണ്ടാകുകയും, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് ഗവൺമെന്റ് തലത്തിൽ ചർച്ചകൾ കൊണ്ടുവരികയും ഗവൺമെന്റിന്റെ ടാക്സ്, നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ പ്രൊഡ്യൂസേഴ്സിന്റെയും ആർട്ടിസ്റ്റിന്റെയും കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട 30% ടാക്സ് ഉണ്ട്. 10 കോടി രൂപ ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയാൽ ഒരു 3 കോടിയും കൂടെ കൂടുതൽ കിട്ടും 30% കുറയുകയാണെങ്കിൽ. അപ്പൊ അതിനെപ്പറ്റിയുള്ളൊരു ചർച്ചയും വൈദ്യുതീകരണത്തിന്റെ ചർച്ചയും വൈദ്യുത ബില്ലിന്റെ ചർച്ചയും ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ കൂടെ ചർച്ച ചെയ്യുമെന്നാണ് അവിടെ സംസാരിച്ചത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ് മാത്രം കുറയ്ക്കണം എന്നൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് സത്യമായുള്ള കാര്യം. നിർമ്മാതാവ് കൂടിയായ ശ്രീ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, അതായത് അദ്ദേഹം നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ. അദ്ദേഹം തന്നെ സംഘടനയുടെ വൈസ് പ്രസിഡന്റിനെതിരെ പോസ്റ്റ് ഇടുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന 2 വഴിക്ക് പിരിയുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. അവിടെ ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മോഹൻലാൽ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ? അത് മാത്രമല്ല, പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് ഉടൻ തന്നെ രംഗത്തെത്തുകയാണ്. അപ്പോൾ താരങ്ങളുടെ പിന്തുണയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഒരു നീക്കം നടക്കുന്നു. അതിൽ ആന്റണി പെരുമ്പാവൂർ മുന്നിൽ നിൽക്കുന്നു, ഒരു ചാവേറായിട്ട് നിൽക്കുന്നു. അങ്ങനെ വേണ്ടേ കരുതാൻ ഇപ്പോൾ? അതില് എനിക്ക് ആന്റണി ചേട്ടന് എന്താ സംഭവിക്കുന്നത്, ആന്റണി ചേട്ടൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. അതിലുപരി ആന്റണി ചേട്ടൻ ഒരു പക്ഷേ ആർട്ടിസ്റ്റിന്റെ പ്രതിഫലത്തെ ബേസ് ചെയ്തായിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്. ആർട്ടിസ്റ്റിന്റെ പ്രതിഫലത്തെ ബേസ് ചെയ്ത് പുള്ളി അത് ചിലപ്പോൾ പൈസ കൊടുക്കുന്ന, പുള്ളി എടുക്കുന്ന പടങ്ങളിലും കൂടുതലും മോഹൻലാൽ സാറാണ് അഭിനയിക്കുന്നത് കൂടുതലും. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കില്ല. അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, വാർത്തകളിൽ വന്ന തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ആന്റണി ചേട്ടൻ പറയുമോ 30% ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കേണ്ട എന്നുള്ളത്? ഒരിക്കലും പറയില്ല. കാരണം ആ പ്രൊഡ്യൂസർക്ക് 30% കൂടെ കിട്ടുക എന്നുള്ളത് ആന്റണി ചേട്ടനെയും കൂടി ഒരു നല്ല നിലപാടിലേക്ക് എത്തിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ആന്റണി ചേട്ടൻ അതിനൊന്നും എതിരായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാർത്തകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന മിസ്റ്റേക്കായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ.